മരണത്തിനാൾ ആചരിക്കുക. പണ്ടൊക്കെ മരണത്തിനാൾ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് മരണത്തിനാൾ നമ്മൾ പരിസ്ഥിതിയിലൊക്കെ ബുദ്ധത്തിനാൾ നാട്ടി മാറ്റി. അതാണ് നമ്മുടെ പ്രയോറിറ്റി മാറി. ഏതായാലും മരണത്തിനാളെന്നാണ് സഭ ഔദ്യോഗികമായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുനാളുകളിലേക്ക് നോക്കുമ്പോൾ, വിശുദ്ധരുടെ മരണ ദിവസം തന്നെയാണ് അവരുടെ തിരുനാൾ ദിവസം. എല്ലാ വിശുദ്ധരുടെയും മരണ ദിവസമാണ് തിരുനാൾ ദിവസമെങ്കിൽ എന്തിനാണ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ മാത്രം മരണ തിരുനാൾ പ്രത്യേകം എടുത്തു പറയുക? തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മരണത്തിൽ നിന്നാണ് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ആ മരണം നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റാരുടെയും മരണ തിരുനാളെന്ന് പറയുന്നത് തിരുനാളെന്ന് തന്നെയാണ് മരിച്ച ദിവസമായിരുന്നത്. പക്ഷെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണ തിരുനാളെന്നാണ് പറയുക. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നതും പ്രത്യേകിച്ച് വിശുദ്ധ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും നല്ല മരണം ലഭിക്കണം, ഭാഗ്യപ്പെട്ട മരണം ലഭിക്കണം. കഴിഞ്ഞ വർഷം നല്ല മരണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചത്. ഈ വർഷം ഭാഗ്യപ്പെട്ട മരണത്തെ കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം, സമയത്തിന്റെ വ്യാപ്തതയിൽ വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യം മാത്രം അവതരിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത് മദ്യകച്ചവടവും ലോട്ടറി കച്ചവടവും. നമുക്കറിയാം, ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം. ഇന്ന് മുഖ്യനും മൂലയിൽ എവിടെ ഓട്ടേക്കിറങ്ങിയ അവിടെയൊക്കെ ലോട്ടറി കച്ചവടക്കാർ. ഒന്ന് വിജയമാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യപരീക്ഷ. ഭാഗ്യത്തെ വെറുതെ കിട്ടാനില്ല, അവിടെ പിടിച്ചാൽ കിട്ടുള്ളൂ എന്നുള്ളതാണ് പൊതുവെ ചിന്ത. അതായത് ഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ലോട്ടറി എടുക്കും. ഭാഗ്യത്തെ അന്വേഷിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് നമ്മൾ പലതും നേടാറാണ്. പരീക്ഷാകാലം ചെയ്യുക. മക്കള് പറയുന്നൊരു കാര്യമുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ പഠിച്ച സ്ഥലത്തുനിന്ന് ചോദ്യമില്ല. പരീക്ഷ കഴിയുമ്പോൾ മക്കൾ പറയും, ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കും, ഭാഗ്യമുണ്ടെങ്കിൽ എപ്ലസ് കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ ഇത്ര ശതമാനമാകും. മാർക്ക് കിട്ടുന്നത്, വിജയിക്കുന്നത്, ചോദ്യം എളുപ്പമാകുന്നത് ഒക്കെ ഭാഗ്യത്തിന്റെ മാനദണ്ഡമാകുന്നത്. പഠനത്തിന് സീറ്റ് കിട്ടുമ്പോൾ കിട്ടിയാൽ ഭാഗ്യമായി, നല്ല ജോലി കിട്ടിയാൽ ഭാഗ്യമായി, നല്ല ജീവിത പങ്കാളിയെ കിട്ടിയാൽ ഭാഗ്യമായി, മക്കൾ നല്ലവരായാൽ ഭാഗ്യമായി. അങ്ങനെ ഭാഗ്യത്തിൻ്റെ പിറകെ പോകുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കി ഉടച്ച ഒരു വചനം, ഭാഗ്യത്തിൻ്റെ വചനമാണ്. അത് പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. പറ്റുമെങ്കിൽ ഇന്നത്തെ പ്രധാന ചിന്തയിൽ കിട്ടിപ്പോയാൽ മനസ്സിലെത്തി ഒന്ന് ധ്യാനിക്കുകയും ചെയ്യേണ്ട വാക്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ പറയുന്നതാണ്, ജീവിച്ചിരിക്കുന്ന ആരെയും ഭാഗ്യവാന്മാർക്കും വിളിക്കരുത്. കാരണം അത് തീരുമാനിക്കുന്നത് അവന്റെ മരണമാണ്. എത്ര ആഴമുള്ള വചനമാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ല ഒരുവന്റെ ഭാഗ്യം തീരുമാനിക്കുക,
കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, ജീവിച്ചിരിക്കുമ്പോഴുള്ള സൗന്ദര്യം, വസ്തുവകകൾ, സമ്പത്ത്, മറ്റെന്തുമായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുത്ത് സൗഭാഗ്യമാണ്, ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രഭാഷകരുടെ പുസ്തകത്തിൽ പറഞ്ഞു വരികയാണ്, ജീവിച്ചിരിക്കുന്ന ആരെയും നീ ഭാഗ്യവാനെന്ന് വിളിക്കരുത്. കാരണം മരണമാണ് ഭാഗ്യതീരുമാനി. മരണമാണ് ഭാഗ്യതീരുമാനി. എങ്ങനെയത് മനസ്സിലാക്കുക? ലോകത്തില് കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന മൈക്കൽ ഷൂമാൻ കോടിക്കണക്കിന് കണക്കില്ലാത്തത്ര സമ്പത്തുണ്ടാക്കില്ല. ഒരു ചെറിയ അപകടത്തില് കോമ സ്റ്റേജിലായിട്ട് വർഷങ്ങൾ കിടക്കേണ്ടി വന്നു. കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കിയതാണ്, കോടിക്കണക്കിന്. പക്ഷേ അവന്റെ മരണം നരകയാതനകളിലൂടെ. ഭാഗ്യപ്പെട്ട ജീവിതമായിരുന്നു എന്ന് ആയ കാലത്ത് ആളുകൾ പറഞ്ഞത്. പക്ഷേ മരണത്തിലൂടെ നോക്കുമ്പോൾ അവൻ ഭാഗ്യപ്പെട്ടതാണ്. ഇത്രയേറെ സമ്പാദിച്ചിട്ട്, ഇത്രയേറെ സാധ്യതകൾ ഒരുക്കിയിട്ട് അവനുണ്ടാക്കിയത് അനുഭവിച്ച് കടന്നു പോകാൻ, ശാന്തതയോടെ കടന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഭാഗ്യമാണ്. മരണമാണ് ഭാഗ്യമായി. മക്കൾക്കൊക്കെ ഏറ്റവും ഫലമുണ്ടായിരുന്ന മൈക്കിൾ ജാക്സൺ എന്തുമാത്രം സമ്പത്തുണ്ടാക്കിയവന്, എന്തുമാത്രം പ്രശസ്തി ഉണ്ടാക്കിയവന്. ദശകണക്കിന് ഡോക്ടർമാര് തൻ്റെ ആയുസ് നീട്ടിക്കിട്ട് ഒരു അസുഖവുമില്ലാതെ ജീവിക്കാൻ അതിന് മാത്രം സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ആയുസ്സെത്താതെ ഒരുങ്ങിപ്പോയവന് ഭാഗ്യപ്പെട്ട മരണമാണ്. ഭാഗ്യവാനാണ് എന്ന് പറയാൻ പറ്റില്ല. മരണമാണ് തീരുമാനിക്കേണ്ടത്. നീ ആയ കാലത്ത് പലതുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകാം, പലതുമൊക്കെ നേടിയിട്ടുണ്ടാകാം, പലതുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടാകാം, പലതുമൊക്കെ അഭിനയിക്കുന്നുണ്ടാകാം. പക്ഷേ നീ ഭാഗ്യവാനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനോ മാനദണ്ഡം നിന്നെ മരണമാണ്. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷ്യം അത് പറയാറുണ്ടോ എന്ന് കരുതുന്നു. നമ്മുടെ അഭിനയത്തിൻ്റെ വലിയ ഔന്നത്യങ്ങളായിരുന്ന ജഗദീഷ് ശ്രീകുമാർ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഭാഗ്യപ്പെട്ട ജീവിതമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് മകനാണ്. നീ ജീവിച്ചിരിക്കുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല രീതിയിൽ മരണം നിന്നെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ജീവിതം ഭാഗ്യപ്പെട്ട മരണമാണെന്ന് പറയാൻ പറ്റും. ക്രിസ്തുവിന് അത് പറയാൻ പറ്റും. കാരണം എനിക്ക് ഇനി സമയമില്ല, ഇന്ന സമയത്ത് ഞാൻ മരിക്കും എന്ന് പറഞ്ഞ് മരണത്തെ സ്വീകരിച്ചവരാണ്. ഭാഗ്യപ്പെട്ട മരണമാണ്, ഭാഗ്യപ്പെട്ട മരണമാണ്. കൃത്യമായിട്ട് തൻ്റെ മരണത്തിലേക്ക് മനസ്സറിഞ്ഞ് നടന്നു നീങ്ങി സ്വീകരിക്കാൻ സാധിക്കും. ഭാഗ്യപ്പെട്ട മരണം. എൻ്റെ ആയുർവേദ പഠനത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാൾ ഇതിനെ പലപ്പോഴും പറയുമായിരുന്നു, ഞാൻ കിടന്ന് മരിക്കുക, ഓർമ്മക്കുറവുകളൊന്നും മരിക്കുക. കാരണം ഞാൻ അങ്ങനെ വേദനിച്ചിട്ടില്ല. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ കർമ്മം കൊണ്ടോ ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. എനിക്ക് ശേഷം ഈ ഭൂമിയിൽ സന്താനങ്ങളെയോ സ്വത്തിനെയോ അവശേഷിപ്പിച്ചിട്ടില്ല. ഞാനില്ല. ഞാൻ കിടന്നു മരിക്കില്ല, ഓർമ്മക്കുറവിൽ മരിക്കില്ല. ഞാൻ മരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെയും അദ്ദേഹം നമ്മുടെ പ്രശസ്തനായ സംഗീതജ്ഞൻ അദ്ദേഹം
നമ്മുടെ കാരണന്മാരില്, നമ്മുടെ ബന്ധുക്കളില് ഭാഗ്യപ്പെട്ട മരണത്തിലൂടെ കടന്നുപോയവരുണ്ട്, ഭാഗ്യപ്പെടാത്ത മരണത്തിലൂടെ കടന്നുപോയവരുണ്ട്. നിന്റെ സമ്പാദ്യങ്ങളോ, നിന്റെ സ്വത്തോ, നിന്റെ മക്കളോ, നിന്റെ ജീവിത പങ്കാളിയോ ഒന്നും നിന്റെ ഭാഗ്യങ്ങളാണ്. നിന്റെ ഭാഗ്യത്തെ തീരുമാനിക്കുന്നത് നിന്റെ മരണമാണ്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഭാഗ്യപ്പെട്ട മരണമാണ് എന്ന് പറയുന്നത് സമയത്ത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ക്രിസ്തു തന്നെയും അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഭാഗ്യങ്ങളാകുന്നത് പലതും നമ്മൾ വിചാരിക്കുന്ന മാനദണ്ഡങ്ങളല്ല, അല്ലാത്ത മാനദണ്ഡങ്ങളാണ്. ഇവിടെ ഇന്നത്തെ വചനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഒരേ ഒരു കാര്യം മാത്രം, ഭാഗ്യപ്പെട്ട മരണം, ഭാഗ്യമുള്ള ജീവിതമാണെന്ന് ഓർമ്മപ്പെടുത്തിയുള്ള അവസരം. അതിതാണ് സ്വപ്നത്തിൽ അവൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ. ഇത്തിരി വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഉറക്കപ്പാടുകളാണ് അനുസരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഉറക്കപ്പാടുകളാണ് ആവശ്യിക്കുന്നത്. മരണത്തെ ഉറക്കമെന്നാണ് വിശേഷിക്കുക. മരണത്തെ ഉറക്കമെന്നാണ് വിശേഷിക്കുക. ഉറക്കത്തിൻ്റെ ചില തലങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരുമ്പോൾ ഇവിടെ കൊച്ചുകുട്ടികൾ ശ്രദ്ധിച്ച് കണ്ടവാനുള്ളത്. ഇപ്പോഴത്തെ ചെറുപ്രായക്കാരെ പുറത്തു പോകുകയാണ്. രാവിലെ സൂര്യോദയം എന്നൊന്നും ഇന്നത്തെ യൂത്ത് കാണുന്നുള്ളത് സംശയം. കാരണം ഉച്ചയാവാറാവും എഴുന്നേൽക്കുക. പുറത്തു പോകാനുള്ള പുറത്തു പോകാൻ ഉറക്കം കളയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രായമായവര് ഉറക്കം കളയാൻ തയ്യാറല്ല, അവർക്ക് ഉറക്കം കിട്ടണില്ല എന്നാണ് പ്രശ്നം. പക്ഷേ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിതം നാടകമായി വിളിക്കുന്ന വെല്ലുവിളി, നിനക്ക് ഉറക്കം കളയാൻ പറ്റുമോ? ഉറക്കം കളയുന്നത് നിന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി നീ ഉറക്കം കളഞ്ഞാല് നിനക്ക് നല്ല ഉറക്കമുണ്ട്. ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി നീ ഉറക്കം കളഞ്ഞാല് നിനക്ക് നല്ല ഉറക്കമുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിനാൾ ആലോചിക്കുമ്പോൾ നല്ല ഉറക്കത്തിന്റെ, നല്ല മരണത്തിന്റെ, മധ്യസ്ഥന്റെ മരണത്തിനാൾ ആചരിക്കുമ്പോൾ നിനക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി നിന്റെ ഉറക്കത്തെ മാറ്റിവെക്കാൻ പറ്റുമോ? പറ്റുമോ മാത്രമാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ഭാഗ്യപ്പെട്ട നല്ല